റിയാസ് ഭായ്, ഇന്ന് ഞങ്ങളെക്കുറിച്ചൊരു ചർച്ച. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരുപാട് ഓൺലൈൻ ചാനൽസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരുപാട് തവണ അൽഹംദുലില്ലാഹ് ദുബായിൽ വരുന്നു, കുറേ വീഡിയോസ് എടുക്കുന്നു, അങ്ങനത്തെ പോകുന്നുണ്ടല്ലോ. കുറേ ഇനിയും നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ വന്നാൽ കൊള്ളാം, ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകുന്ന രൂപത്തിലാണ് ഇന്നത്തെ കോണ്ടന്റ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഞങ്ങളുടെ ലൈസൻസ്, ഞങ്ങൾ വ്ളോഗേഴ്സിനുള്ള ലൈസൻസ്, ഓൺലൈൻ ചാനൽ തുടങ്ങുന്ന ലൈസൻസ്, അതിനെക്കുറിച്ചാകാം. വ്ളോഗേഴ്സ് ലൈസൻസ് പലരും വിളിക്കുമ്പോൾ ചില ആൾക്കാർ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ഒരു ക്ലാരിറ്റി തമ്മിൽ കിട്ടുന്നില്ല. ഓക്കെ, സത്യമാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇപ്പോൾ വ്ളോഗേഴ്സിന് ലൈസൻസ് വേണോ, ഏതുതരം വ്ളോഗേഴ്സിനാണ് വേണ്ടത്, വേണ്ടാത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ. വ്ളോഗേഴ്സിൻ്റെ ലൈസൻസിലേ ഇതുപോലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. പലർക്കും പല ഒരു കൃത്യമായ ഐഡിയ ഇല്ലാതെ ലൈസൻസ് എടുക്കുന്നവരുണ്ട്. അതിൻ്റെ കാരണം യഥാർത്ഥ ലൈസൻസ് എന്ന് പറയുന്ന ലൈസൻസ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അത് ഞാനത് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഇബാദക്കാണ് എന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുന്നു, പോഡ്കാസ്റ്റ് അല്ല, ഇബാദക്കാണ് എഡിറ്റ് ചെയ്തിരുന്നത്. അന്ന് ഓർക്കുന്നുണ്ടോ? UAE നാഷണൽ മീഡിയ ലൈസൻസ്ഡ് ബ്ലോഗ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയകാല യൂട്യൂബ് വീഡിയോയിൽ ചെന്നാലും അതുണ്ട്, 6 വർഷം 7 വർഷം മുമ്പ്. അതിൻ്റെ കാരണം ആദ്യകാലത്ത് ലൈസൻസ് കൊടുത്തിരുന്നത് നാഷണൽ മീഡിയ കൗൺസിൽ തന്നെയാണ്. നാഷണൽ മീഡിയ കൗൺസിൽ തന്നെയാണ് എല്ലാവരും എടുത്തിരുന്നത്. അതായത് ഒരു ഫെഡറൽ ഗവൺമെൻറ് ആണ് നാഷണൽ മീഡിയ കൗൺസിൽ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് 7 എമിറേറ്റുകളിലേക്ക്, അതായത് മൊത്തം എൻ്റെ ഒരു UAE കവേർഡ് ആയിട്ട് നമുക്ക് ലൈസൻസായി മാറുകയാണ്. എത്ര രൂപ ലൈസൻസ് ഇപ്പോഴത്തെ ഈ വീഡിയോ? അന്നത്തെ സമയത്ത് 6 വർഷം മുമ്പ് ഞാൻ 1250 രൂപയാണ് മീഡിയ കൗൺസിലിലെ റേറ്റ് തന്നെ. ഇന്ന് 15,000 ദിർഹംസോളം എവരി ഇയർ അടക്കേണ്ടതായിട്ട് വരും. 15,000 ദിർഹംസ് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 3-3.5 ലക്ഷം രൂപ ഇയർലി ഉണ്ട്. പക്ഷെ അത് എല്ലാവരും എടുക്കണമെന്ന് ഞാൻ വാശി പിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ വ്ളോഗേഴ്സിന് ലൈസൻസ് വേണമെന്നിട്ട് അബുദാബി ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നപ്പോൾ എല്ലാവരും ലൈസൻസ് എടുക്കാൻ ഓടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബുദാബിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അബുദാബിയിൽ ഇപ്പം ദുബായിൽ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഉണ്ട്. ഈ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു ചെറിയ ലൈസൻസാണ്. 1050 ദിർഹംസാണ് അതിനുള്ളത്. അതിൽ നമുക്ക് ബ്ലോഗിംഗ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ഈ ബ്ലോഗിംഗ് ലൈസൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും ദുബായിലെ ഒരു ഭൂരിഭാഗം ആളുകളും ഞങ്ങൾക്ക് ബ്ലോഗിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. സ്വന്തം പേരിൽ ലൈസൻസ് കിട്ടി ബ്ലോഗിംഗ് സർവീസസ് എന്ന് എഴുതി. നമ്മുടെ മീഡിയ കൗൺസിലിലേക്ക് വരുമ്പോൾ, നാഷണൽ മീഡിയ കൗൺസിലിലേക്ക് വരുമ്പോൾ എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടി സേഫ് ആവും. ഈ പറഞ്ഞ പോലെ ഏത് എമിറേറ്റിലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ സേഫ് ആവും. ഇവിടെ അതിനകത്ത് നാഷണൽ മീഡിയ കൗൺസിലിൻ്റെ ഞാൻ വേണമെങ്കിൽ ലൈസൻസ് കോപ്പി ഒക്കെ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാം. അതിൽ നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ പേജസൊക്കെ അതിൽ കൃത്യമായിട്ട് ഐക്കൺ അടക്കമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ ഇന്നതാണ് പേര്. അപ്പോൾ എൻ്റെതാണെങ്കിൽ റിയാസ് കിൽട്ടൺ എന്നാണ് എൻ്റെ എല്ലാ പേരുകളും എഴുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ എടുക്കുന്ന ആ സമയത്ത് നമ്മൾ അജ്മാൻ മീഡിയ സിറ്റിയിൽ നിന്നാണ് എടുത്തത്. അജ്മാൻ മീഡിയ സിറ്റി മുഖേനയാണ് ഞാൻ നാഷണൽ മീഡിയ കൗൺസിലിൽ അപ്രോച്ച് ചെയ്യുക. നമുക്ക് ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ആവാം, മെയിൻലാൻഡിൽ നിന്നും നമുക്ക് നാഷണൽ മീഡിയ കൗൺസിൽ എടുക്കാം. അതല്ലെങ്കിൽ മറ്റൊരു ഷാർജ മീഡിയ സിറ്റിയിൽ നിന്ന് ഈ ലൈസൻസ് എടുത്തിട്ട് നമുക്ക് എടുക്കാം, നാഷണൽ മീഡിയ കൗൺസിൽ എടുക്കാം. നാഷണൽ മീഡിയ കൗൺസിൽ ഇവർ എല്ലാത്തിൽ നിന്നും നമുക്കുള്ള ഒരു എന്താ പറയുക, ഒരു ചാലകമാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്. ഇതിൻ്റെ സ്പെസിഫിക്കലി നമ്മളൊരു കാര്യം ചോദിക്കുകയാണെങ്കിലും, ഇപ്പോൾ വ്ളോഗേഴ്സിൽ തന്നെ നമുക്ക് 2 കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോസ് വന്നേ പിന്നെ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ ഫാമിലിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫൺ ഫാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ചില ബിസിനസ് പ്രൊമോഷണൽ ആക്ടിവിറ്റി, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്പെസിഫിക് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി, ഞാൻ ബിസിനസ് ഒന്നും പ്രൊമോട്ട് ചെയ്യാനൊന്നും പോകണമെന്നില്ല. എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും തമാശകളോ അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിന് ലൈസൻസ് വേണ്ടോ? അത്തരം ആളുകൾ ലൈസൻസ് എടുക്കാനും ഗവൺമെന്റ് ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ഈ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ബിസിനസ് പ്രൊമോഷൻ. ഇപ്പം UAE സംബന്ധിച്ചിടത്തോളം അവരാണ് ഞാനടക്കമുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നല്ല പ്രൊമോഷൻസ് വരുന്നു, നല്ല പ്രൊമോഷൻസ് വരുമ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു. നല്ല ഫുഡ് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു. റെസ്റ്റോറൻറ്റ്സ്
പുതുതായി റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് വരുന്ന ഒരു ആൾക്ക് പരസ്യം ചെയ്യാൻ ഏറ്റവും നല്ല മേഖലയായിട്ട് ഇവർ തന്നെ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ക്യാഷ് കളക്ട് ചെയ്യുകയും ഇവർ ചിലപ്പോൾ നെഗറ്റീവ് റിവ്യൂ ഇടുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരികയും അമിതമായിട്ടുള്ള അപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നിർബന്ധമാക്കിയത്. അപ്പം ഇപ്പോൾ ചെയ്തിരുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് വളരെ ഏറ്റവും കൂടുതൽ യു എയിൽ പ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾ ദുബായിലും ലൈസൻസ് എടുത്തിട്ടുണ്ട്, അബുദാബിയിലും ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 1050 പോലുള്ള ലൈസൻസ് എമിറേറ്റുകളിൽ രണ്ടിലും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇവർ മറ്റേ എമിറേറ്റുകളിൽ അധികം പുള്ളി വർക്ക് ചെയ്യാത്തതുകൊണ്ട് പുള്ളിയോട് ഇപ്പോൾ നാഷണൽ മീഡിയ കൗൺസിലിൽ ഇത്രയും എമൗണ്ട് എക്സ്പെൻസ് കൊടുക്കണമെന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്നതേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയല്ല. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ലൈസൻസ് ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാർക്ക്. ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ യു എ സംബന്ധിച്ചത് ഞാൻ എന്തുകൊണ്ട് മീഡിയ കൗൺസിൽ എടുക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് യു എയുടെ കോർപ്പറേറ്റ് ലോ ആണ്. അപ്പൊ ഞാൻ എന്ന വ്യക്തി അത് ഒരു പിന്നെ എടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് എടുത്തു അന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്തൊരു നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ നിങ്ങളൊരു ബിസിനസ് ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈസൻസ് വേണം. ലൈസൻസ് എടുക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. അത് ഇനിയും സ്ട്രിക്റ്റ് ആവാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൈസൻസ് അല്ലാത്തതുകൊണ്ട് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീടുകളിൽ നിന്ന് വെറുതെ ഒരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരുപാട് നമ്മുടെ സുലുവും അതുപോലെ ദിനേശ് ചേട്ടനുണ്ട് നമ്മുടെ സുലു ദിനേശ് ചേട്ടനൊക്കെ ചില പക്ഷേ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ അവരെയൊക്കെ സമയത്ത് അവരൊരു എന്റർടൈൻമെന്റ് എന്ന രൂപത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അത് ഡിപ്പെൻഡ്. ഇപ്പൊ നമ്മളെ വീണാസ് കറിവേള് വീണ ചേച്ചി എന്റെ ഫാമിലി ഫ്രണ്ട്, എൻ്റെ സിസ്റ്ററെ പോലെയാണ്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ നല്ല രസമുള്ള കുക്കിംഗ് വീഡിയോസ് എത്ര കൊല്ലങ്ങളായി ചെയ്യുന്നതാണ്. പ്രൊമോഷൻസ് ചെയ്യാറില്ല, പക്ഷേ എന്നിട്ട് പോലും ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇന്റഗ്രേഷൻസ് ഒക്കെ വരാലോ. എന്നാൽ പോലും അവരൊക്കെ ലൈസൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രൊഫഷണലായിട്ട് സമീപിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പ്രോപ്പർ വേയിൽ പോകുന്നതാണ് നല്ലത്. അതെ. പിന്നെ ഇതിലൊരു പറയാനുള്ള കാര്യം, അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നതായിരിക്കില്ല നാളത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള നിങ്ങൾ ഇനി ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ അന്നത്തെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യം ഉണ്ടാവുകയാണ്. ഇതൊക്കെ ചേഞ്ച് വരാം. അതെ. യൂണിഫൈഡ് ആയിട്ട് ഓൾ യു എയിലേക്ക് മറ്റൊരു ഓപ്ഷൻ വന്നാൽ, ആളുകൾക്ക് ഇത്രയും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ഫെഡറൽ ഗവൺമെന്റ് ലൈസൻസ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ആ ഫെഡറൽ ഗവൺമെന്റ് ലൈസൻസിന്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യാം. താങ്ക് യു സോ മച്ച്.